കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. 9 വർഷം അധികാരത്തിലിരുന്ന ശേഷമാണ് ട്രൂഡോയുടെ പടിയിറക്കം. കടുത്ത ഇന്ത്യ വിരുദ്ധത പുലർത്തിയിരുന്ന ട്രൂഡോയ്ക്ക് കാനഡയിലെ ജനങ്ങൾക്കിടയിൽ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞതോടെയാണ് രാജിവെക്കേണ്ടി വന്നത്. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. വാർത്താ സമ്മേളനത്തിലൂടെയായിരുന്നു പ്രധാനമന്ത്രി പദത്തിന് പുറമെ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനവും രാജിവെക്കുന്നതായി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചത്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നും ട്രൂഡോ അറിയിച്ചു. കഴിഞ്ഞ 11 വർഷമായി പാർട്ടിയുടെ നേതാവായ ട്രൂഡോ ഇതിൽ 9 വർഷവും കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തുമായിരുന്നു. വിലക്കയറ്റം, നാണ്യപ്പെരുപ്പം, വീടുകളുടെ വിലവർധന, വാടക കുത്തനെ കൂടിയത് ഉൾപ്പെടെ കാനഡയിലെ ജനങ്ങൾക്ക് ട്രൂഡോ ഭരണം മടുത്തതായി സർവേ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കടുത്ത ഇന്ത്യ വിരുദ്ധത, കുടിയേറ്റം, ഖലിസ്ഥാൻവാദികളെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ സ്വന്തം പാർട്ടിയിലും ട്രൂഡോയെ അനഭിമതനാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ 20ഓളം എംപിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തു വന്നു. ഡിസംബർ 16-ന് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ട്രൂഡോയുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രാജിവെച്ചു. മുൻ സഖ്യകക്ഷിയായ ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ഈ മാസം 27-ന് പാർലമെന്റ് ചേരുമ്പോൾ അവിശ്വാസ വോട്ടിനുള്ള സാധ്യതയും മുന്നിൽ കണ്ടാണ് രാജി. 2023-ൽ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാർ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ ആരോപണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ നിന്നുള്ള ലഹരികടത്തും കുടിയേറ്റവും അവസാനിപ്പിക്കണമെന്ന് ട്രൂഡോയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇല്ലെങ്കിൽ കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നയതന്ത്ര ബന്ധങ്ങളിൽ ഉണ്ടായ ഈ വിള്ളലുകൾ കാനഡയ്ക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെയാണ് ട്രൂഡോയുടെ രാജി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ട്രൂഡോയുടെ രാജിക്ക് പിന്നാലെ കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കാമെന്ന വാഗ്ദാനം ആവർത്തിച്ച് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂഡോ ട്രംപ് പോരിന്റെ തുടർച്ചയാണ് ട്രംപിന്റെ ഈ വാഗ്ദാനം. നിലവിലെ വ്യാപാര കമ്മി താങ്ങാൻ കാനഡയ്ക്കാവില്ലെന്നും കാനഡ യുഎസിന്റെ ഭാഗമായാൽ ഇത് ഒഴിവാക്കാമെന്നുമാണ് ട്രംപ് പറയുന്നത്. റഷ്യ, ചൈന കപ്പലുകൾ കാനഡയെ ചുറ്റുന്ന ഭീഷണി ഒഴിവാക്കാനും ഇതിലൂടെ കഴിയുമെന്ന് ട്രംപ് വാഗ്ദാനം നൽകുന്നു.